അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാറി ജീവിതം നല്ല ഐശ്വര്യവും ബറക്കത്തും റഹ്മത്തും സന്തോഷവും സമാധാനവും ലഭിക്കുവാൻ വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു. അള്ളാഹു സുബ്ഹാനഹു തആല നമുക്കും നമുക്ക് വേണ്ടപ്പെട്ടവർക്കും എല്ലാ ക്ലാസ്സുകളും മുടങ്ങാതെ കാണുന്നവർക്കും പല മുറാദുകളും ഹാസിലാകാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവർക്കും അള്ളാഹു സുബ്ഹാനഹു തആല ഈ വെള്ളിയാഴ്ചയുടെ ബറക്കത്ത് കൊണ്ട് അവരുടെ ജീവിതത്തിൽ ഖൈറും ബറക്കത്തും റഹ്മത്തും നിഅമത്തും റാഹത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇരു ലോകത്തും അള്ളാഹു സുബ്ഹാനഹു തആല നാം എല്ലാവരെയും വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു തആല നമ്മെ പടച്ച് നമുക്ക് ജീവൻ നൽകിയത് അവന് കൃത്യമായ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മെ സൃഷ്ടിപ്പിച്ചിട്ടുള്ളത്. ഇത് നാം എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. കൃത്യമായ ബോധത്തോടു കൂടിയും കൃത്യമായ അവയവങ്ങൾ നൽകിയും ബുദ്ധി വിവേകങ്ങളെല്ലാം തന്ന് ഒരു ലക്ഷ്യബോധത്തോടു കൂടി ജീവിക്കാനാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ ഈ ഭൂമിയിലേക്ക് അയച്ചിട്ടുള്ളത്. അതും അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യരെ സൃഷ്ടിച്ചത് മറ്റു മൃഗങ്ങളിൽ നിന്നും വേർതിരിച്ച് എന്തിനേയും മനസ്സിലാക്കാൻ കഴിയുകയും എന്താണ് മനുഷ്യനെന്നും എന്താണ് മനുഷ്യൻ്റെ ധർമ്മമെന്നും മനസ്സിലാക്കാൻ കഴിയുകയും മറ്റുള്ള മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് ബുദ്ധിയും വിവേകവും തന്ന് അല്ലാഹു സുബ്ഹാനഹു തആല അനുഗ്രഹിച്ചത് അത് മനുഷ്യ സന്തതികളെ ആദരിച്ചതിൻ്റെ ഒരു വലിയ മഹാത്മ്യമാണ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു തആല ആദരിച്ചതിനെ ആദരിക്കൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. അത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ പരിശുദ്ധമായ കഅബാലയം ആദ്യത്തെ ഭവനമാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ കഅബാലയത്തെ ആദരിക്കലും ബഹുമാനിക്കലും ഒരു വിശ്വാസിക്ക് നിർബന്ധമായ കാര്യമാണ്. അതായത് മുഅ്മിനീങ്ങളെ അള്ളാഹു ആദരിച്ചതിനെ ആദരിക്കുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ വീടായ പള്ളികളെ നാം എല്ലാവരും ആദരിക്കണം. മുഅ്മിനീങ്ങളായ മനുഷ്യരെല്ലാവരും അള്ളാഹുവിൻ്റെ വീടായ പള്ളിയെ ആദരിക്കണം. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരെ ആദരിക്കപ്പെടേണ്ടവരാണ്. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ കലാമായ പരിശുദ്ധ ഖുർആൻ അത് നമ്മൾ ആദരിക്കപ്പെടേണ്ടതാണ്. അപ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ പ്രത്യേകം മനസ്സിലാക്കുക, അള്ളാഹു ആദരിക്കപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ആദരിക്കുന്നവരാണ് യഥാർത്ഥ മുഅ്മിനീകൾ, യഥാർത്ഥ വിശ്വാസികൾ. അത് മനസ്സിലാക്കുക. അപ്പോൾ അള്ളാഹു ആദരിക്കുന്ന കാര്യങ്ങളെ ആദരിക്കുകയും അള്ളാഹു ആദരിക്കപ്പെടാത്ത കാര്യങ്ങളെ ആദരിക്കപ്പെടാതിരിക്കുകയും ചെയ്യുക. അള്ളാഹു ആദരിക്കപ്പെടാൻ പറഞ്ഞതിനെയെല്ലാം നമ്മൾ നല്ല ബോധത്തോടുകൂടി നല്ല പെരുമാറ്റത്തോടുകൂടി നല്ല ചിട്ടയോടുകൂടി അതിനെയെല്ലാം നമ്മുടെ ജീവിതത്തിൽ നല്ല ആദരവ് കൊടുത്ത് വേണം ഓരോന്നിനെയും നാം ആദരിക്കേണ്ടത് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. അതുപോലെ തന്നെ ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്. ദിവസങ്ങളുടെ നേതാവാണ് വെള്ളിയാഴ്ച ദിവസം. ഈ വെള്ളിയാഴ്ച ദിവസത്തിന് അതിൻ്റേതായ മഹത്വങ്ങളും ശ്രേഷ്ഠതകളുമുണ്ട്. ഈ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ മഹത്വങ്ങളും ശ്രേഷ്ഠതകളും അറിയാതെ പോകുന്നവരാണ് നമ്മുടെ കൂട്ടത്തിൽ ഭൂരിഭാഗം ആളുകളും. വെള്ളിയാഴ്ചയെക്കുറിച്ച് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് ദുആക്ക് ഉത്തരം കിട്ടുന്ന, ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. പ്രിയപ്പെട്ടവരെ, ഈ വെള്ളിയാഴ്ച ദിവസത്തിന് ഒരുപാട് പ്രത്യേകതകളും മഹത്വങ്ങളുമുണ്ട്. ലോകം തുടങ്ങിയതും ലോകം അവസാനിക്കപ്പെടുന്നതും മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഭൂമി ലോകത്തേക്ക് അയച്ചതും ആദ്യമായി മഴ വർഷിച്ചതും 7 ആകാശഭൂമികളെ
അല്ലാഹു സുബ്ഹാനഹു തആല പടച്ചതും ഈ വെള്ളിയാഴ്ച ദിവസത്തിലാണ്. അപ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയും വെള്ളിയാഴ്ചയുടെ മഹത്വങ്ങളും ശ്രേഷ്ഠതകളും പ്രത്യേകതകളും. അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസം ദുആക്ക് ഉത്തരം കിട്ടുന്ന ദിവസമാണ്. അതുപോലെ തന്നെ പാവപ്പെട്ടവരുടെ ഹജ്ജ് ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. അതേപോലെ മുഅ്മിനീങ്ങളുടെ പെരുന്നാളാണ് വെള്ളിയാഴ്ച ദിവസം. നാം എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു തആല വെള്ളിയാഴ്ചയുടെ രാവിലും വെള്ളിയാഴ്ച ദിവസത്തിലും ഇബാദത്തുകൾ ധന്യമാക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വെള്ളിയാഴ്ച ദിവസം നമ്മുടെ എന്ത് ആവശ്യങ്ങളും എന്ത് ആഗ്രഹങ്ങളും എന്ത് സ്വപ്നങ്ങളും അത് നിറവേറിക്കിട്ടാനും അതുപോലെ തന്നെ നമ്മുടെ രോഗങ്ങളൊക്കെ മാറിക്കിട്ടാനും ഇമാം സുഹ്റവർദി റളിയല്ലാഹു അൻഹു പറഞ്ഞു തന്ന ഒരു ഇസ്ലാമിക ടിപ്സാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇത് നിങ്ങൾ വെള്ളിയാഴ്ച ചൊല്ലിയാൽ നിങ്ങളുടെ എന്ത് നല്ല ഹലാലായ ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും സ്വപ്നങ്ങളും അത് നിറവേറിക്കിട്ടും. അതുപോലെ തന്നെ രോഗമുള്ള ആളുകളാണ് ഇത് വെള്ളിയാഴ്ച ദിവസം ചെല്ലുന്നത് എങ്കിൽ അവരുടെ എല്ലാ രോഗങ്ങളും മാറിക്കിട്ടും ഇൻഷാ അല്ലാഹ്. അസ്മാഉൽ ഹുസ്നയിലെ ആദ്യത്തെ പേരാണ് അല്ലാഹു എന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഏറ്റവും മഹത്തായ നാമവും ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിക്റും അല്ലാഹു എന്ന് തന്നെ. അതുപോലെ തന്നെ നാമങ്ങളിലെ സുൽത്താനാണ് അല്ലാഹു എന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് നിങ്ങൾ വെള്ളിയാഴ്ച ദിവസം ചൊല്ലേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു തരാം. യാ അല്ലാഹ് എന്ന ഈ നാമം വെള്ളിയാഴ്ച ജുമാ നിസ്കാരത്തിന് മുമ്പ് നല്ല കുളിച്ച് വൃത്തിയായി ശുദ്ധിയുള്ള വസ്ത്രത്തോടുകൂടി നല്ല ശുദ്ധിയുള്ള സ്ഥലത്തിരുന്ന് യാ അല്ലാഹു യാ അല്ലാഹു യാ അല്ലാഹു യാ അല്ലാഹു എന്നിങ്ങനെ 200 പ്രാവശ്യം ചൊല്ലുക. മുഅ്മിനീങ്ങളെ, ഇത് ചൊല്ലുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല ഹൃദയ സാന്നിധ്യത്തോടു കൂടെ നല്ല ഇഖ്ലാസോടു കൂടെ ചൊല്ലുക. ഇങ്ങനെ ഒരു മനുഷ്യൻ ചൊല്ലിയാൽ അവൻ്റെ എന്ത് ആഗ്രഹമാണോ നടക്കേണ്ടത്, അവൻ്റെ എന്ത് ഉദ്ദേശമാണോ നിറവേറിക്കിട്ടേണ്ടത്, അവൻ്റെ എന്ത് സ്വപ്നങ്ങളാണോ അവന് നേടിയെടുക്കേണ്ടത്, അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു തആല പെട്ടെന്ന് നിറവേറ്റി കൊടുക്കും. അതുപോലെ തന്നെ ഒരു രോഗിയാണ് ഇത് വെള്ളിയാഴ്ച ദിവസം ചൊല്ലുന്നത് എങ്കിൽ അയാളുടെ രോഗം മാറിക്കിട്ടും എന്ന് മഹാനായ ഇമാം സുഹ്റവർദി റളിയല്ലാഹു അൻഹു പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും യാ അല്ലാഹു യാ അല്ലാഹു യാ അല്ലാഹു എന്നിങ്ങനെ 100 തവണ ചൊല്ലുന്നവർക്ക് ഹൃദയ വിശാലത വരികയും മനസ്സിന് വലിയ സന്തോഷം വരികയും ആന്തരിക ജ്ഞാനം ലഭിക്കുകയും അവർ ചെയ്യുന്ന എല്ലാ ദുആകളും അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കുകയും ചെയ്യും. ഇത് പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എല്ലാവരും വെള്ളിയാഴ്ച ഇത് ചെയ്യുക. നിങ്ങളുടെ എന്ത് ആഗ്രഹങ്ങളും എന്ത് ഉദ്ദേശങ്ങളും നിറവേറിക്കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ രോഗങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല മാറ്റിത്തരുന്നതുമാണ്. എല്ലാവരും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഇനി മുതൽ ഇത് ചെയ്യുക. അല്ലാഹു തൗഫീക്ക് ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.